എപ്പോഴും എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ചന്തു ആൻഡ് കല്യാൺ. ഈ ഫിലിം ഫെർട്ടേണിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഓരോ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറില്ല, ഞങ്ങളുടെ ഒരു ഓൺ ഡിസിഷൻ ആണ്. ബട്ട് അഗെയിൻ ഇതുപോലത്തെ ഒരു സിനിമ, ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ബഡ്ജറ്റ് മൂവി, ഇറ്റ്സ് ആളുകൾ ഭയങ്കരമായിട്ട് സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി മലയാളത്തിൽ വരുമ്പോൾ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആണ്. ഇടയ്ക്ക് അവർ സജഷൻ ചോദിക്കാറില്ലേ, അല്ലെങ്കിൽ കഥ അച്ഛനോട് സംസാരിക്കാറുണ്ട്? സഞ്ജയനോട് സംസാരിച്ചിട്ടുണ്ടോ കഥ എങ്ങനെയാണ് ഇങ്ങനെ ക്യാരക്ടറിൽ വരുന്നത്? അച്ഛനോട് ഞാൻ സിനിമ സംസാരിക്കാറില്ല. അച്ഛൻ വർഷങ്ങളായിട്ട് കഥ കേട്ടോണ്ടിരിക്കുന്ന ആളാ. അയാളുടെ തൊട്ട് ഞാനൊരു കഥ ചെയ്യുമ്പോണ്ട് എന്ന് പറഞ്ഞ പുള്ളി അച്ഛൻ ഒന്നാമത് ഇത് കഥ കേൾക്കലൊക്കെ വേറെ ബോറിയ. അച്ഛൻ ചെയ്യുന്ന പറഞ്ഞ കഥ അച്ഛൻ കേൾക്കാറില്ല, ഞാൻ ചെയ്യുന്ന അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ അങ്ങനെ അച്ഛനായിട്ട് സിനിമ സംസാരിക്കാറില്ല. ഞങ്ങൾ വീട്ടിലങ്ങനെ സിനിമ സംസാരിക്കൽ കുറവാണ്. ഞാൻ ഈ സിനിമ സൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അച്ഛനോടും പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ സൈൻ ചെയ്തു എന്ന്. സോ ഞങ്ങളും അങ്ങനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സംസാരിക്കാറില്ല. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എനിക്ക് ചില ഇൻസെക്യൂരിറ്റീസ് വരുമ്പോൾ ഞാൻ ആ ഇൻസെക്യൂരിറ്റീസ് അച്ഛനോട് പോയി പറയാറുണ്ട്. പക്ഷെ സിനിമനെ പറ്റിയോ പ്ലോട്ടിനെ പറ്റിയോ അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. ഓക്കെ, ഇപ്പോഴും ഫസ്റ്റ് ഷോ ആളുകൾ കാണുന്നതാണോ പേടി, അതോ പ്രേം സാർ സിനിമ കാണുന്നതാണോ പേടി? അച്ഛനൊരു പാവാണ്. അല്ല ഓഡിയൻസസ് കാണുന്നതാണ്. ഒടുമുതലെ ചാലക്കുതിലേക്ക് വരികയാണെങ്കിൽ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് എനിക്ക് റെഡ് എഫ് എമ്മിൽ വന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് മോസ്റ്റ് ചാമിങ് ആക്ടർ ഞാൻ സ്ക്രീനിൽ കണ്ടത്, എനിക്ക് ഇഷ്ടം കാണാൻ ഫാഫയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അതെ, ചന്ദോട് പേരാ. ആ സിനിമയുടെ ക്യാരക്ടർ കൊണ്ടൊന്ന് പറയും, എന്താണ് ആ സിനിമ? ആൻഡ് അതിന്റെ ട്രെയിലർ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര യൂണീക്ക് ആണ്. ഫാഫയെ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഭയങ്കര റോം കോം ക്യാരക്ടറിലേക്കാണ് വരുന്നത്. എന്താണ് ആ ക്യാരക്ടർ? അതൊരു വേറെ സിനിമയാണ്. ആ സിനിമ ആക്ച്വലി ഭയങ്കര ഒരു എക്സാജറേറ്റഡ് കളർഫുൾ റോം കോം ആണ്. എന്റെ ക്യാരക്ടർ കുറച്ച് ഒരു അൽത്താഫ് എന്നോട് ബ്രീഫ് പറഞ്ഞത് അവളൊരു കൊറിയൻ റോം കോം സ്റ്റോറിയിൽ വരുന്ന പോലെ ഒരു ക്യാരക്ടറാണ്. സോ എന്റെ യൂഷ്വൽ ക്യൂട്ട് ബബ്ലി ഒരു ഇതാണ് അൽത്താഫ് കെക്ക് വേണ്ടിയത്. ആൻഡ് ആ സിനിമയിൽ എല്ലാവരും കുറച്ച് ഓഫ് ബീറ്റും വട്ടാണ്. സോ അതൊരു വട്ട് സിനിമയാണ് ബേസിക്കലി. സോ അതാണ് ബേസിക്കലി. ഹൗ ഡു യു ഗൈസ് സെലക്ട് യുവർ സ്ക്രിപ്റ്റ് റൈറ്റ് നൗ? ഇപ്പോഴത്തെ വരുന്ന സ്ക്രിപ്റ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് സ്ക്രിപ്റ്റിൽ? ഇല്ല, അത് നമ്മള് കേട്ടു നോക്കും. അത് ആദ്യം നമുക്ക് വർക്കാവുന്നുണ്ടോ നോക്കും. പിന്നെ അതെങ്ങനെയായിരിക്കും ആൾക്കാർ അത് എങ്ങനെയായിരിക്കും എടുക്കാന്ന് നോക്കും. പിന്നെ അത്രേ ഉള്ളൂ. കാരണം ഇത് വല്ലാണ്ട് മറ്റേ ആര് ചെയ്യുന്ന എന്ത് ചെയ്യുന്നൊന്നും ഞാൻ നോക്കാറില്ല. പരിപാടിയില്ല. അതെ, എനിക്ക് അങ്ങനെ ഒരു ഫോർമുല അല്ല. എങ്ങനെ എത്രയും ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഈ സിനിമ ചെയ്യുള്ളൂ എന്നൊരു ഫോർമുല, ഒരു ചെക്ക് ലിസ്റ്റ് ഒന്നും ഇല്ല. ഒരു ഫീലിംഗ് ആണത്. ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിനും അതായിരിക്കും, അങ്ങനെയായിരിക്കും. ഓരോരോ സമയത്തും വേറെ വേറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും പടം ചെയ്യാന്ന് തീരുമാനിക്കും. എപ്പോഴും ഒരേ കാരണങ്ങളായിരിക്കും.